നീ വിവരത്തിന് രണ്ട് ഭാഗമുണ്ട്. ഏത് വിവരവും ദീനിന് വേണ്ടിയുള്ള വിവരവും ഏത് വിവരവും ദുന്യാവിന് വേണ്ടിയുള്ള വിവരവും. അങ്ങനെയാണ്. അതായത് മൂന്നാമത്തെ കുട്ടിനെ ശിഹാബിനെ ഓതാൻ പറഞ്ഞയച്ചു. അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു, ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ ഒന്ന് ഓതാൻ പോയിക്കോട്ടെ, ബാക്കി രണ്ടാളിപ്പോ ഒരാൾ ചായക്കടയിലുണ്ട്, ഒരാൾ സൂപ്പർ മാർക്കറ്റും തുടങ്ങിയിട്ടുണ്ടെന്ന മൂന്നാമത്തവനെ ഓതാൻ പറഞ്ഞേക്കുക. ഇപ്പൊ കുട്ടികളൊക്കെ വാപ്പാനെയും മനി എത്തിങ്കാനെ ചേർക്കുകയാണ്. അപ്പോ എൻ്റെ കുട്ടികളെങ്കിലും ഒന്ന് വയസ്സാവുമ്പോൾ ഇന്ത്യയും പെണ്ണുങ്ങളെയും നോക്കട്ടെ, ഒന്ന് ഓതാൻ പോയിട്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരപ്പോൾ അത് ആഖിറത്തിന് വേണ്ടി പഠിപ്പിക്കുക എന്നാണ്. ഈ വയസ്സായിട്ട് നോക്കൽ ആഖിറത്തിലല്ല, ദുന്യാവിലാണ്. ആഖിറത്തിന്റെ വിവരമാണ് ഇപ്പൊ ഈ പഠിപ്പിക്കണമെന്ന് നമ്മളെ വിചാരം. പക്ഷെ ദുന്യാവിൽ നമ്മളെ നോക്കാനാണ് ഇപ്പൊ പഠിപ്പിച്ചത്. ഏത് ആഖിറത്തിന്റെ കാര്യവും ദുന്യാവിൻ്റെതാക്കി മാറ്റാം, ഏത് ദുന്യാവിന്റെ കാര്യവും ആഖിറത്തേക്ക് അങ്ങോട്ടും ആക്കാം. നിയ്യത്താണ് പ്രശ്നം. ഏത് ആഖിറത്തിന്റെ കാര്യവും ദുന്യാവുക്ക് ഇങ്ങോട്ടാവും. സയ്യിദുൽ ഉലമയുടെ ഒരു പ്രസംഗത്തിൽ ഞാൻ പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്. സയ്യിദുൽ ഉലമ അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. സയ്യിദുൽ ഉലമന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ചെറിയ കുട്ടിനെ കൊടുന്നിട്ട് തങ്ങളപ്പ ഇവനെ ഹാഫിളാവാൻ വേണ്ടി നിങ്ങളൊന്ന് ദോരക്കണം എന്ന് പറഞ്ഞു. എന്തിനാണ് അവനെ ഹാഫിളാക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇവന്റെ മൂത്ത കാരണവര് ഷാർജയിലാണ്. അവിടുന്ന് എപ്പോൾ വിളിക്കുമ്പോഴും പറയലുണ്ട് ചെറിയോനെ ഹാഫിളാക്കണം, ഹാഫിളിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചാൻസ് ആണ്. ഇതാണ് ആഖിറത്തിന്റെ കാര്യം ദുന്യാവിനാക്കുക എന്ന് പറഞ്ഞാല്. ഇനി ദുന്യാവിന്റെ കാര്യം ആഖിറത്തിനാക്കാൻ പറ്റും. ദുനിയാവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആഖിറത്തിനാക്കാൻ പറ്റും. ഞാൻ കോഴിക്കോട് നിന്നൊരു ദിവസം ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പം അങ്ങനെ പിന്നെ നാടൻ ചോറും മീൻ പൊരിച്ചതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നീലക്കുപ്പായിട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് ഫാൻ്റെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരാൾ, പിന്നെ വെയിറ്റർ വന്ന് പ്ലേറ്റൊക്കെ വെച്ച് വന്ന് ചോറിട്ട് വന്നപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ഞെട്ടിച്ചൊരു സംഭവമായിരുന്നത്. സംഗതി ആ കുട്ടി എപ്പോഴും പറഞ്ഞതാണ്, ഞാനിത് ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് അതിന്റെ ശ്രദ്ധയപ്പെട്ടു എന്നേ ഉള്ളൂ. സംഗതി അതൊരു വലിയ കാര്യമല്ലേ. ദുന്യാവിന് വേണ്ടി ചെയ്യണ ഏത് കാര്യവും ആഖിറത്തിനാക്കാം, ആഖിറത്തിന് വേണ്ടി ചെയ്യണ ഏതോ ദുന്യാവുക്കും കേട്ടുവാക്കും. അതുകൊണ്ട് ഇൽമു അങ്ങനെ തന്നെയാണ്. എന്തിനു വേണ്ടി പഠിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അപ്പോ ഒരു മാനദണ്ഡത്തെ നമ്മൾ മനസ്സിലാക്കണം. നാഫി ആയ മനുഷ്യൻ പഠിക്കുന്ന ഇൽമിന് നാഫി ആയ ഇൽമു എന്ന് പറയും. ലാറായ മനുഷ്യൻ പഠിക്കുന്ന വിവരത്തിന് ലാറായ ഇൽമു എന്ന് പറയും. ഹാഫിളുമാണ് ബാക്കവിയുമാണ് ചേകനൂര്. എന്തേ പ്രശ്നം? ആള് ലാറായ മനുഷ്യനാണ്. ലാറായ മനുഷ്യൻ എന്ത് പഠിച്ചാലും അത് ലാറായിരിക്കും. നാഫിയായ മനുഷ്യൻ എന്ത് പഠിച്ചാലും നാഫിയായ ഇൽമായിരിക്കും.